ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത അടുത്ത റെസിപ്പിയാണ് കൂട്ടുകറി അല്ലേ. അപ്പോൾ എൻ്റെ വേർഷൻ ഓഫ് കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മളെ കണ്ണൂർ സ്റ്റൈൽ എങ്ങനെ അടിപൊളി കൂട്ടുകറി. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കുക്കറിലേക്ക് 1.5 കപ്പ് കടല ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ആഡ് ചെയ്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് 3 വിസിലിൽ കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന കടലൊക്കെ 3 വിസിലിന് കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ എനിക്ക് 5 വിസിൽ 6 വിസിലിനൊക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഞാൻ 2 വിസിലിനും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 250 ഗ്രാം ചേനയും പിന്നെ ഒരു 2 പച്ചക്കായും എടുത്തിട്ടുണ്ട്. പച്ചക്കായ് തൊലിയൊന്നും കളഞ്ഞിട്ട് അതേപോലെ കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിൽ അതിൻ്റെ കറയൊക്കെ പോകാനിട്ട് എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കടല ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 വിസിൽ, ആ ഒരു വിസിലിനും കൂടി അടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇത് കുറച്ചും കൂടി നല്ലോണം വെന്ത് കിട്ടും. അങ്ങനെ 2 വിസിൽ വരെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ്സ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ ഒരു 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കടുക്. ഇതെല്ലാം കൂടി നല്ലോണം പൊട്ടി നല്ല മുരിഞ്ഞ് നല്ല ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്നവരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കടുവൊക്കെ നല്ലോണം പൊട്ടി ഉഴുന്നും കടുവും ജീരകമൊക്കെ നല്ലോണം പൊട്ടുന്നവരെ ഈ ഷെയ്ഡ് വരുന്നവരെ നല്ലോണം മുരിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും 1/4 കപ്പ് തേങ്ങയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നല്ലോണം വേണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നവരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേനയും കായൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം അടിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ലോണം വെന്ത് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അധികം സ്പൂണ് വിട്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല. ഓക്കെ, ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കുക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഓക്കെ, 3-4 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. കുറച്ച് ആ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജാറിൽ കുറച്ച് വെള്ളം 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഈ വെള്ളം ഒന്ന് കുറുകി വരുന്നവരെ, കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങ ഇടുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. പെപ്പർ പൊടിയല്ല, കുറച്ച് ക്രഷായിട്ട് പെപ്പർ ഒന്ന് കടിക്കണം. ഈ കൂട്ടുകറിയിൽ പെപ്പറിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കറിയുടെ ഗ്രേവി നോക്കുക. ഇനി ഇരിക്കുമ്പോഴും തണിഞ്ഞ് വരുമ്പം തന്നെ ഇത് കുറച്ചും കൂടി തിക്കായി വരും. അപ്പോൾ ഈ ഒരു ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ തേങ്ങേൻ്റെ റോസ്റ്റ് ചെയ്ത തേങ്ങ, ബാക്കിയുള്ള തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ കണ്ടോ, തേങ്ങയും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും. ഇനി ഇത് തണിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതേ പാനിലേക്ക് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, പച്ച തേങ്ങയുടെ കൊത്ത് കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല ബ്രൗൺ ഷെയ്ഡൊന്നും വരണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കാണുമല്ലോ, വൈറ്റ് കളറിൽ തന്നെ, പക്ഷെ എന്നാൽ പോലും കുറച്ചൊന്ന് മുരിഞ്ഞ് വരുന്ന സമയം അതുവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വരുന്ന സമയം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗീ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ കൂട്ടുകറിക്ക്. അപ്പോൾ 1 ടീസ്പൂൺ ഗീ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ നാടൻ കൂട്ടുകറി റെഡിയായി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓണത്തിൻ്റെ സദ്യക്ക് വേണ്ട എല്ലാ റെസിപ്പീസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ആ റെസിപ്പീസൊക്കെ കിട്ടാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത റെസിപ്പി ആയിട്ട് വരാൻ എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.